രാവിലെ തന്നെ എങ്ങോട്ടാ എഴുന്നള്ളുന്നേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഇറങ്ങാനാ പറഞ്ഞേ. എടാ 1 മണിക്കൂർ ഞാൻ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാ. ഒരുത്തരം നിർത്തുന്നു പ്ലീസ്. ശരിയാ, കേറ്. നിന്നെ കൊണ്ട് എപ്പോഴും ശല്യമാണല്ലോടി. സമാധാനമായിട്ട് പോകാനും സമ്മതിക്കില്ല. ഒരു കല്യാണം കഴിച്ച് കുടുംബവും കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാതെ എന്തിനാണ് ഈ ഡയറക്ഷൻ ഒക്കെ? എന്റെ അമ്മോ, കല്യാണം കുടുംബം കുട്ടികള് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. അല്ല, ഇന്നാരാ നിന്റെ ഇര? ഏതോ ഒരു NRI പ്രൊഡ്യൂസർ. ഇത് കൊള്ളാലോ. പ്രൊഡ്യൂസർ നല്ല വെയിറ്റ് ഉള്ള ആളായിരിക്കും. അയാളുടെ മകനെ തന്നെ ഹീറോ ആക്കുകയും ചെയ്യും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ ആൾക്കാരെ പറഞ്ഞാ മതി. ആ, എവിടെ പോയാലും ലവ് സ്റ്റോറി വെച്ച് മനുഷ്യന്റെ ജീവൻ എടുക്കുക. പുതിയ ലവ് സ്റ്റോറിക്ക് എവിടെ നിന്നുണ്ടാക്കാനാ? പുതിയ ഹീറോയ്ക്ക് ഇൻട്രോ ചെയ്യാൻ ലവ് സ്റ്റോറി, പുതിയ ഹീറോയിന് ലവ് സ്റ്റോറി, ഡയറക്ടർ പ്രൊഡ്യൂസർ. വെറുതെ സംസാരിച്ച് ക്ഷീണിക്കണ്ട, തലയിറങ്ങി താഴെ വീഴും. എടാ ഇവിടെ മതി, നിർത്ത്. ഓഫീസ് എത്തി. സിനിമാ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കമ്പനി പോലെ ഉണ്ടല്ലോ. ആ, അവർക്ക് സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. അതൊക്കെ പോട്ടെ, ഇവരോട് ഏത് കഥയാ പറയാൻ പോന്നെ? ലവ് സ്റ്റോറി. അമ്മോ, ഓൾ ദ ബെസ്റ്റ്. എടാ വൈകുന്നേരം വന്ന് പിക്ക് ചെയ്തേക്കണേ. ആ, വരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ? അത് ഞാൻ സ്റ്റോറി പറയാൻ വേണ്ടി. റൈറ്റ്. ഇരിക്കൂ. ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാനുള്ള എന്തെങ്കിലും കഥയുണ്ടോ കയ്യില്? സോ 1 ലൈൻ പറ. ഇഷ്ടപ്പെട്ട ഫുള്ളായിട്ട് കഥ കേൾക്കാം. 1 ലൈൻ എന്ന് പറഞ്ഞാ ഇത് സ്ക്രീൻ പ്ലേയുടെ ഭാഗമാണ് സർ. ഡയലോഗിന്റെ ഒപ്പം പറഞ്ഞാൽ നന്നായിരിക്കും. 1 ലൈൻ മാത്രം പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. താൻ പറയേ, ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറയാം. ശരി സർ. കാലം മുറിവിനെ ഉണക്കും, ഇതാണ് കോൺസെപ്റ്റ്. പ്രണയം ഇല്ലാതായാൽ അതിന് ലോകാവസാനിച്ചൊന്നും അർത്ഥമില്ല. അതിന്റെ ചൂടാറാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. എന്താ നെഗറ്റീവ് എൻഡിങ് ആണോ? അതായത് ലാസ്റ്റ് വേറെ പെണ്ണിനെ പ്രേമിക്കുന്ന പോലെ കാണിക്കാം. നോയാ, നോക്ക്, നമ്മൾ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാനാ നോക്കേണ്ടത്. അതുകൊണ്ടാണ് തനിക്ക് ഞങ്ങൾ ഈ ചാൻസ് തന്നിരിക്കുന്നത്. സത്യമല്ലേ? ഒരു ഗുഡ് ലോഞ്ചിങ് വേണ്ടേ? അതെ സർ. ലവ് സ്റ്റോറി, ആക്ഷൻ, റൊമാൻസ്, സെന്റിമെന്റൽ, ഫാമിലി ഡ്രാമ, ഫോർമുല. ഇങ്ങനെ നോക്കാതെ ആ ഫോർമുലയിൽ ഒരു വെറൈറ്റി വേണം. അങ്ങനെ ഒരു സ്റ്റോറി എഴുതിയിട്ട് ഇങ്ങി പോര്. ഇൻഡസ്ട്രിയെ നമുക്ക് മാറ്റിമറിക്കാം. ശരി സർ. ഡോണ്ട് ലൂസ് ഹോപ്പ് ലേഡി. ഈ ഗെയിം മാറ്റാൻ പറ്റുന്നില്ലല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. സാർ പറഞ്ഞ എലമെന്റ്സ് വെച്ച് എന്റെ ഒരു കഥയുണ്ട്. ഗെയിമാടാ, കേട്ടു നോക്കാം. ടെൻഷൻ കാരണം മറന്നുപോയതാ. ഒരു 5 മിനിറ്റ്സ് സമയം തരണം. ഫസ്റ്റ് സീൻ പറയാം, അതിഷ്ടപ്പെട്ട അടുത്ത സീൻ പറയാം. നമ്മുടെ ആള് ഭയങ്കര ഹാൻസം ആണ് സാർ. നമ്മുടെ ഹീറോ ഒരു റേഞ്ചില് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവില്ലേ? അതെ. നമ്മുടെ കഥയിലെ ഹീറോ മാസ് സ്വിമ്മറാ. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഡൈവ് ചെയ്യും. അത് കാണുമ്പോ തിയേറ്ററിലെ പെമ്പിളരൊക്കെ ഇളകും. അതായത് പയ്യനത്ര ഹാൻഡ്സം ആയണ്ട കാണുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ഹാൻഡ്സം ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ഹീറോ റുട്ടീനായി ഒരു റിച്ച് കോളേജില് പുതിയതായി ജോയിൻ ചെയ്യുന്നു. വേറെ വഴിയില്ലല്ലോ. അതെ, വഴിയില്ല. നമ്മുടെ ലവ് സ്റ്റോറിയിൽ ഇങ്ങനെ ഒരു പയ്യനുള്ളപ്പോ റുട്ടീനായിട്ട് ഒരു പെണ്ണും കാണണമല്ലോ. അങ്ങോട്ട് നോക്കിയേ, ഒരടിപൊളി പെണ്ണ് ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ അന്വേഷിച്ചു നോക്കിയാലും ഇതുപോലൊരു പെണ്ണിനെ കാണാൻ കിട്ടില്ല. വേറെ വഴിയില്ല. മുംബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തല്ലേ. എക്സ്ക്യൂസ് മീ, ഞാൻ മുംബൈന്നല്ല വരുന്നേ, ചെന്നൈന്നാ വരുന്നേ. ഓക്കെ എവിടുന്നോ ആവട്ടെ. അങ്ങനെ സുന്ദരിയായ ഒരു പെൺകുട്ടി റുട്ടീനായിട്ട് നമ്മുടെ ഹീറോ ജോയിൻ ചെയ്ത റിച്ച് കോളേജിൽ ജോയിൻ ചെയ്യുന്നു. സോറി ബോസ്, സോറി. ജോയിൻ ചെയ്താൽ മാത്രം മതിയോ? എടാ, റിപ്പോർട്ടിംഗ്സ് എല്ലാം എന്താ ഇവിടെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയോ? നീ നേരെ നോക്ക്. അല്ലെങ്കിൽ പുള്ളിയോട് ചോദിക്കാം. വാ. ഹലോ, ഹലോ, ദിസ് ഈസ് നന്ദകൃഷ്ണ. ഷോർട്ടായിട്ട് നന്ദു എന്ന് വിളിക്കും. മെറിൻ രാജ്, ഷോർട്ടായിട്ട് മെറിൻ എന്ന് വിളിക്കും. ഇതെന്താ മൈൻഡിലേത് പോകുന്നേ? ഒരു മിനിറ്റ്. അതായത് ക്യാമ്പസ് മാപ്പിലുള്ളതുപോലെ റിപ്പോർട്ടിംഗ് ലാബ് ലൈബ്രറിയുടെ അടുത്തല്ലേ ഉണ്ടാവേണ്ടത്, ശരിയല്ലേ? അവിടെ എങ്ങനെയാടാ വരുന്നത്? കമ്പ്യൂട്ടർ സയൻസിന്റെ ബിൽഡിംഗിന്റെ അടുത്താന്നല്ലേ പറഞ്ഞത്? അല്ലടാ, ലൈബ്രറിയുടെ അടുത്താ. ലൈബ്രറിയുടെ അടുത്തോ? എവിടെ? നോക്കട്ടെ. ക്യാൻറ്റീൻ അടുത്താ, പോയി നോക്ക്. അങ്ങോട്ട് പോയാൽ ശരിയാവില്ല.
ഈ പെമ്പിള്ളേര് വാഷ്റൂമിൽ കയറി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങില്ല. ഭംഗിക്കാണെങ്കിൽ ഒരു കുറവുമില്ല. ഈ മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ? എടാ ദേ നമ്മുടെ ബോസ്. ഹേയ് ബോസ് ക്യാമ്പസ് മാപ്പ് പോലും നോക്കാതെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞെന്ന് സമ്മതിച്ചിരിക്കും. ശരിയാ. ദേ നോക്കി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോസ് എന്ന് വിളിക്കില്ല. എനിക്കിത് ഇഷ്ടമല്ല. കോൾ മീ സന്ദീപ്. മലയാളം പേരോ? മലയാളി ആയതുകൊണ്ടാ ഈ പേര്. വാട്ട് അബൌട്ട് മീറ്റ് അവർ ന്യൂ ഫ്രണ്ട്? ഹേയ് ദിസ് ഇസ് നീതു, നീലിമ സേതു. നമ്മുടെ കോളേജിൽ മലയാളികൾ ആരും ഇല്ലേ? ബോസ് എന്തായി പറയുന്നേ? ഞങ്ങൾ പ്യൂർ മലയാളികളായിരുന്നു. എന്നിട്ടാണോ ഈ പേര്? എന്തോന്നാ ബോസ്, ഇവിടെ നോർത്ത് ഇന്ത്യൻ പേരാ ഫാഷൻ. അറിയില്ലെന്ന് തോന്നുന്നു. ശരി പോട്ടെ, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? ഇപ്പൊ ഇവന് മനസ്സിലായി കാണോ? നിന്നോട് പറഞ്ഞില്ലേ അപ്പ മനസ്സിലായി കാണും. എന്നാ നിനക്ക് പറയാമോ? ഓൾറെഡി നിന്നോടത് പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് നിന്നോട് ഞാനും പറഞ്ഞത്. പറഞ്ഞതാ. നീ അത് മനസ്സിലാക്കണ്ടേ? Chill. ഈ അടുത്തൊന്നും ഇറങ്ങുന്ന ലക്ഷണമില്ല. വാ പോവാം. ഫസ്റ്റ് ഡേ ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതിരിക്കട്ടെ, പെങ്കൊച്ചിനെ എവിടെ കൊണ്ടാക്കി? ഞാൻ പറയാം ക്യാൻറ്റീനില്ല. അതിപ്പോ ക്യാൻറ്റീനിൽ നിന്നാണോ പെങ്കൊച്ചുകളെ കിട്ടുന്നത്? നീ എന്താണ് ഈ പറയുന്നത്? ഇപ്പോഴത്തെ ട്രെൻഡ് ഒക്കെ ക്യാൻറ്റീനിലെ കോഫി ഇടയ്ക്കല്ലേ? അപ്പൊ പിന്നെ ഡിസ്കോയോ? ബൈ ദ വേ, ഇറ്റ്സ് സന്ദീപ്. സന്ദീപോ? സന്ദീപ് പോരാ, സഞ്ജു കൊണ്ടുവാ. നോർത്ത് ഇന്ത്യ പേരാ. നീ പേര് മാറ്റുന്ന ആളാണോ? എന്റെ വർക്ക്ഷീറ്റ്. എന്തുപറ്റി? എന്തിനാ കരയുന്നത്? കാര്യം പറ. എന്റെ അച്ഛൻ എന്നെ കൈയെന്തേലും കൊണ്ടായിരുന്നോ? അല്ലെ കാലും കൊണ്ടായിരുന്നോ? സോറി. 100 മാർക്കിൽ 1 മാർക്ക് കുറഞ്ഞ എന്റെ അച്ഛൻ എന്നെ ജീവനോട് വെച്ചേക്കില്ല. നീ കാരണം ഞാൻ ഒരു ലാബ് ടെസ്റ്റിൽ പോലും പാസ്സാവുന്നു തോന്നുന്നില്ല. എന്റെ കുട്ടി ഇങ്ങനെ കരയല്ലേ? നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പ്ലീസ് കരയല്ലേ. ഞാനെന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പ്ലീസ് കരയല്ലേ പ്ലീസ്. പ്രശ്നം ഗുരുതരമാണ്. ഇപ്പൊ ശരിയല്ലേ? ഓക്കെ ഞാൻ മാറ്റി വരയ്ക്കാം. മാച്ചു കരയല്ലേ പ്ലീസ് കരയല്ലേ. പ്രേമം അങ്ങ് തലയ്ക്ക് പിടിച്ചിരിക്ക. ഇതിന് മരുന്നൊന്നുമില്ലേ? അല്ല, കണ്ട ഉടനെ എങ്ങനെയാ ഈ പ്രേമിക്കുന്നേ? അറിയാത്തോണ്ട് ചോദിക്കേ. ഇത് നേരെ പോകുന്നു തോന്നുന്നില്ല. ഇതൊരു തരം പ്രേമപ്പനിയാ. അല്ല, ഭംഗിയുണ്ടെങ്കിൽ അങ്ങ് കയറി പ്രേമിക്കോ? മനസ്സിന് റോളൊന്നുമില്ലേ? അതൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ? അത് പിന്നെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ? വേറെന്ത് ചെയ്യാനാ, നേരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തണം. ഇത് ഓക്കെ. സ്വഭാവം മാറ്റിക്കരുത്. വിടാനല്ലേ പറഞ്ഞത്? വേണ്ട പറയുന്നത്. എന്റെ ഫ്രണ്ട്സിനെ നിനക്ക് പരിചയപ്പെടുത്തിയില്ലല്ലേ? നോ. പാ. എന്തുപറ്റി? This is Nandu. ഹായ്, ഐ ആം തൻവി. ഇറ്റ്സ് ആക്ച്വലി നന്ദകൃഷ്ണ. ഓക്കേ. This is Merit. ഹായ്. ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്, നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബൈ. ഇങ്ങോട്ട്. എന്തു ചേട്ടാ, എന്താ നീ നോക്കുന്നേ? ബ്ലഡ് മാർക്സ് വല്ലതും ഉണ്ടോ നോക്കി. അടി, ഇവിടെ എങ്ങനെയാ ബ്ലഡ് മാർക്ക് ഒക്കെ വരുന്നേ? വാ, വേഗം വാ. സാൻഡ്വിച്ച് കഴിക്കുന്നോ? അടിപൊളിയാ. ചോട്ടോ 3 ചിക്കൻ സാൻഡ്വിച്ച് ചൂടായിട്ട്. സോറി ഗൈസ്, അവളെ കണ്ടപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതായി പോയി. ഐ ആം പാനിക്ഡ്. സോറി. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെയാടാ? പിന്നെ എങ്ങനെയാടാ പെമ്പിള്ളാര് വരുന്നത്? ശരിക്കും ഒരു സില്ലിയാ. പെമ്പിള്ളാരെ കാണുമ്പോ നാണം വരുന്ന ഒരുത്തനെ ആദ്യമായിട്ടാ കാണുന്നത്. അതൊരു പെണ്ണ, അല്ലാതെ ബോംബല്ല. അതെ, പെണ്ണുങ്ങളെക്കാൾ നല്ലത് ബോംബാ. ഞാൻ പെണ്ണുങ്ങളെ കുറിച്ചാ പറഞ്ഞ, നീ വിഷമിക്കണ്ട. What do you mean? അതല്ല, പെണ്ണുങ്ങളുടെ അടുത്ത് കോംപ്ലിക്കേഷൻ കൂടുതലാ. എന്നോട് കോംപ്ലിക്കേഷൻ ഉണ്ടോ നിനക്ക്? നിന്നോടില്ല എന്റെ പൊന്നോ. ആ, ശരി അളിയ, വേറെ വഴിയില്ല. പറയാം, എഴുതിയെടുത്തോ. ഇപ്പോ നീ ആ പെണ്ണിനെ എനിക്ക് പരിചയപ്പെടുത്തും. നെക്സ്റ്റ് എന്താ? അവൾ എപ്പോഴെങ്കിലും കരഞ്ഞാൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കണം. കരഞ്ഞാൽ കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. സോ കൊതി തീരുന്നവരെ കണ്ടോണ്ട് നിൽക്കാനുള്ള ഓപ്ഷന് നഷ്ടപ്പെടും. ഇപ്പോ ഒരു ഭംഗിയുള്ള പെൺകുട്ടി ക്യാമ്പസിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആണായിട്ട് പറഞ്ഞ് ഒരുത്തനെങ്കിലും കമന്റ് അടിക്കോ, കമന്റ് അടിക്കാതിരിക്കോ? കമന്റ് അടിക്കും. അതങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ ചെയ്താൽ നമ്മളും മിണ്ടാതിരിക്കോ? നമ്മളുടെ റിയാക്ഷൻ അത്ര നന്നായിരിക്കില്ലല്ലോ. നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് എന്റെ പൊന്നു ബോസേ, പെണ്ണുങ്ങളെ കമന്റ് അടിക്കുന്നത് തെറ്റല്ലേ എന്ന് പറയും. അത് ചോദിക്കാൻ നീ ആരാടാ? അവൻ ചോദിക്കും. അവൻ ചോദിക്കുന്നത് കാര്യം തന്നെയാ. പക്ഷേ നമ്മൾ പിൻവാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഡാമേജ് ആവില്ലേ? ഒന്ന് ഓങ്ങി അങ്ങ് കൊടുക്കും. അപ്പൊ അവൻ ചുമ്മാതിരിക്കോ? അവ 2 പേരെയും കൂട്ടി വരും. നമ്മളൊരു 3 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലും. 8, 16, 32 അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോളേജിലുള്ള പകുതി പേര് ശത്രുക്കളായിട്ട് മാറും. ഈ ഫേസിന് അത്ര എനിമീസിന്റെ ആവശ്യമുണ്ടോ? ശരി ആയിക്കോട്ടെ,
ആ സുന്ദരിയായ പെൺകുട്ടിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാം. അവളത് അർഹിക്കുന്നുണ്ടെന്നും വച്ചോ. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ചക്കരെ ഡാർലിംഗ് നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു, ഇനി നമ്മുടെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാൽ പെണ്ണല്ലേ, സഞ്ജു യു ആർ മൈ ഫ്രണ്ട് അങ്ങനെ പറയും. അതും പോട്ടെന്ന് വെക്കാം. ഇന്നോ നാളെയോ നമ്മുടെ അടുത്ത് തിരികെ വരുമെന്നുള്ള ചെറിയ കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവും. ക്യാൻ യു ബൈ ചാൻസ് പെർ സപ്പോസ് അയ്യോ സഞ്ജു എന്താ അങ്ങനെ പറഞ്ഞത്, എനിക്ക് ബ്രദർ ഇല്ലാത്ത കുറവ് നീയാ മാറ്റിയത്, ഐ വിഷ് ഐ ഹാഡ് എ ബ്രദർ ലൈക്ക് യു അങ്ങനെ പറഞ്ഞ പിന്നീട് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നാണോ? കൂളായിട്ട് പോകേണ്ട എന്റെ ലൈഫില് ഈ കോംപ്ലിക്കേഷൻ ആവശ്യമാണോ? ഞാനിങ്ങനെ എന്റെ രണ്ട് കണ്ണും ചിന്തകളുമായിട്ട് ആസ്വദിച്ചിങ്ങനെ ജീവിച്ചു പൊക്കോളാം. ചോട്ടു ഇതാ ചിക്കൻ സാൻഡ്വിച്ച് ചൂടാ.